ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് നമ്മൾ വെക്കേഷനൊക്കെ സ്പെൻഡ് ചെയ്യുക അമ്മ വീട്ടിൽ പോയി നിന്നും അങ്കിളുടെ ആൻറ്റീൻ്റെ വീട്ടിലൊക്കെ പോയി നിന്നിട്ടായിരുന്നു. ആ സമയത്തൊന്നും നമ്മൾ റിസോർട്ടിലൊന്നും പോയി അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യലില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല. ഒന്നെങ്കിൽ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത സ്ഥലങ്ങളിൽ പോയി എക്സ്പ്ലോർ ചെയ്യും, അല്ലെങ്കിൽ സോളോ ട്രിപ്പ്, സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്, അങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. ഞാനും എൻ്റെ സിസ്റ്ററും കൂടി കുറേ നാളുകളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു വെക്കേഷൻ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന്. പക്ഷേ ഡ്യൂ ടു സെവറൽ റീസൺസ് ആ പ്ലാൻ അങ്ങനെ നീണ്ടുപോയി. അവൾക്കൊരു കുഞ്ഞ് വാവയുണ്ട്. അപ്പം അവനെയും കൊണ്ട് കുറേ യാത്ര പോകുന്നതൊന്നും അത്ര പോസിബിളല്ല. ആൾക്ക് ചില സമയത്ത് കുറച്ച് വാശി കൂടുതലാണ്. അങ്ങനെ നമ്മൾ കുറേ സെർച്ച് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട് വഴി നമ്മുടെ വയനാട് തന്നെയുള്ള ഒരു റിസോർട്ട് കണ്ടുപിടിച്ചു. ആദ്യം വീക്കെൻഡ്സിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മുടെ പ്ലാൻ അങ്ങ് മാറ്റി, കാരണം റിസോർട്ട്സൊക്കെ ഫുള്ളി പാക്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ റിസോർട്ടിലൊക്കെ വിളിച്ച് ബുക്ക് ചെയ്തു. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് അന്നത്തെ ദിവസം വയനാട്ടിലോട്ട് നേരിട്ട് പോയത്. ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ക്ഷീണിച്ചായിരുന്നു. പക്ഷെ ആ സ്ഥലത്തോട്ട് കയറിയപ്പോൾ വേറൊരു ലോകത്ത് ചെന്ന പോലെയായിരുന്നു. ആവശ്യത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഫുള്ളി മുളയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യും. നമുക്ക് അവർ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോട്ടേജാണ് പ്രൊവൈഡ് ചെയ്തത്. നമ്മൾ മൊത്തം 5 അഡൾട്ട്സും 2 കിഡ്സും ആണ് ഉണ്ടായിരുന്നത്. ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു ഏരിയ. കുട്ടികൾക്കാണേലും ഞങ്ങൾക്കാണേലും ഭയങ്കരമായിട്ട് സ്ഥലം ഇഷ്ടമായി. എന്തൊക്കെയായാലും നമ്മൾ ചൂസ് ചെയ്ത റിസോർട്ട് ദൈവം സഹായിച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു. അവർ നമുക്ക് കുറേ എക്സ്ട്രാ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാക്കേജിൽ തന്നെ. സിപ്പ് ലൈന്, അതേപോലെ തന്നെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. സിപ്പ് ലൈൻ പേഴ്സണലി ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ മറ്റേ ആക്ടിവിറ്റീസൊക്കെ എനിക്ക് ഇച്ചിരി പാടായിട്ട് തോന്നി. ശരിക്കും പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ കൂട്ടി ഇങ്ങനെ റിസോർട്ടിൽ പോവുകയോ അതേപോലെ എവിടേക്കെങ്കിലും യാത്ര പോവുകയോ ഒക്കെ ചെയ്യണം. കാരണം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാകും. നമ്മൾ അതിലൊക്കെ ബിസിയായി പോകും. നമ്മുടെ കുട്ടിക്കാലത്തൊന്നും നമുക്കത് പറ്റിയൊന്നും വരില്ല. കാരണം നമ്മുടെ വീടുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളെ പഠിപ്പിക്കാനും വീട് ഓടിക്കാനൊക്കെ ഉള്ളൊരു ഓട്ടത്തിലായിരിക്കും നമ്മുടെ അച്ഛനും അമ്മയൊക്കെ. പക്ഷേ നമ്മൾ പഠിച്ച് ഒരു ജോലിയൊക്കെ ആകുമ്പോൾ നമ്മുടെ അച്ഛനെയും അമ്മയും എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു ട്രിപ്പൊക്കെ ഇങ്ങനെ പോവുക, ആഘോഷിക്കുക.